വയനാട്ടിലെ ബന്ധപ്പെട്ടും പുനരധിവാസവുമായി ബന്ധപ്പെട്ടും ഗവൺമെന്റിനെ വിമർശിക്കാൻ പോയിന്റുകളുണ്ട്. നൗഫൽ, നിങ്ങളുടെ വീടിന്റെ കാര്യത്തിൽ ഇപ്പോൾ അവസാനം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഉറപ്പ് എന്താണ്? അത് 100% ലീക്ക് മാറ്റി തരുന്ന പറഞ്ഞു. എന്റെ വീട് മാത്രമൊന്നല്ല, അതിന്റെ തൊട്ടപ്പുറത്തുള്ള 2-3 കുഞ്ഞിപ്പോ എത്ര വീടുകളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. 410 വീടേറ്റ അവിടെ വരുന്ന പറഞ്ഞത്. അത്രയും ആൾക്കാരത് എന്തുകൊണ്ടെന്ന് പറയാം, അത് നോക്കിയുള്ള ഒരു ശ്രദ്ധക്കുറവാണ്. അവിടെ പണി സൈറ്റിലെ ഒരു ശ്രദ്ധക്കുറവുണ്ട്, അത് 100% ഉറപ്പാണ്. ഇപ്പൊ തന്നെ നിലവിൽ കണ്ടത് 3 ലീക്കാ കണ്ടിട്ടുണ്ട് അവിടെ നിലവില്. അതേ കുറച്ച് ഭാഗമേ ഞാൻ നോക്കിയിട്ടുള്ളൂ അന്ന്. അപ്പൊ അവിടെ ഉള്ള ആൾക്കാർ 178 ആൾക്കാര് ഒരു വീട്ടില് ഒരാളുള്ള ആൾക്കാരുണ്ട്. കാരണം ആ വീട്ടില് 4 ആള് മരിച്ചവരുണ്ട്. ഒരു കുടുംബത്തില് അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷനുള്ള ഒരു ഏരിയയാണ് ആ ഭാഗം, 178 ഭാഗം. കൂടുതൽ മൊത്തം വാഷ് ഔട്ട് ആയ ആൾക്കാരാണ് ഈ 178. അതിൽ തന്നെ ഈ 3 വീടുകൾ ഇപ്പൊ തന്നെ ചോർച്ച ഉണ്ട്. നിങ്ങൾ തന്നെ കണ്ടതല്ലേ. ഇനി എത്ര വീടുണ്ടെന്നൊന്നും അറിയില്ല. എനിക്ക് പറയാനുള്ളത്, ഇത് കറക്റ്റ് ആയിട്ട് നല്ലതിൽ ചെയ്തു കൊടുക്കുക. അത് സർക്കാരിന്റെ ഒരു കടമയാണ്. ഞങ്ങൾ സർക്കാരിലാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ചോർച്ചയും ഇല്ലാതെ ഈ പാവങ്ങൾക്കൊന്ന് ചെയ്തു തരണം എന്ന് തന്നെ എൻ്റെ ഒരു അഭിപ്രായം. ശ്രീ എൻ പി ചെക്കുട്ടി, ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഇത് വളരെ പ്രതിജ്ഞാബദ്ധമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ 55 വീട് പണിയുമ്പോൾ അതിൽ 2 വീടുകൾ ചിലപ്പോൾ ചോർച്ച ഉണ്ടാവുക. നമ്മളെല്ലാ വീടിനും ഈ വെള്ളം കെട്ടി നിർത്തി ടെസ്റ്റ് നടത്തുമല്ലോ. അപ്പോൾ ആ ടെസ്റ്റ് നടത്തുന്ന തന്നെ ചോർച്ച ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ ടെസ്റ്റിൻ്റെ ആവശ്യമില്ല അത്രയും കോൺഫിഡൻ്റ് ആണെങ്കിൽ. അപ്പോൾ അതിൽ ചില വീടുകളിൽ ചില വെള്ളം കിനിയെന്ന് കണ്ടെത്തിയെങ്കിൽ അതിന് പരിഹാരം പൂർത്തിയാക്കി അത് കൈമാറുക എന്നുള്ളതാണല്ലോ ചെയ്യുന്നത്. അതിന് നമ്മൾ ഇത്ര വലുതാക്കണമെന്ന് ചോദിക്കാൻ ഞാൻ. അല്ല, അത് അങ്ങനെയല്ല ഇതിൻ്റെ പ്രശ്നം. യഥാർത്ഥത്തിൽ ഇത് വളരെ പ്ലാനിങ്ങോടുകൂടി വളരെ ഈ ഊരാളുങ്കൽ എന്ന് പറയുന്ന കമ്പനി വളരെ ചെറിയ കമ്പനിയല്ല. അവർ വലിയ തരത്തിലുള്ള കൺസ്ട്രക്ഷൻ ഇടപാടുകൾ നടത്തുന്ന വളരെയേറെ എക്സ്പീരിയൻസ് ഉള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ആ പണി ഏൽപ്പിക്കുന്ന സമയത്ത് അത് വളരെ വൃത്തിയായിട്ടും വെടിപ്പായും അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് അവരെ ഏൽപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, സർക്കാരിന് അവരുടേതായിട്ടൊരു വലിയ സംവിധാനമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പിന്നെ ഒരു ഭവന നിർമ്മാണ വകുപ്പുണ്ട്, അതിനുള്ള പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, മറ്റ് പരിശോധനകൾ നടത്താനുള്ള സംവിധാനമുണ്ട്. ഇതൊക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഈ കെട്ടിടം കൊടുത്തതിന് ശേഷം, താമസയോഗ്യം എന്ന് പറഞ്ഞ് കെട്ടിടം കൊടുത്തതിന് ശേഷം പിന്നെ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്ന സ്വാഭാവികമായിട്ടും അതിനകത്തൊരു നോട്ടക്കുറവുണ്ട് എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ നോട്ടക്കുറവ് ഉണ്ടായതിലും തെറ്റൊന്നുമില്ല. കാരണം സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നോക്കാറുണ്ട്. അതിനിടയിൽ ഇത് പറ്റിയെങ്കിൽ അത് പറ്റിയിട്ടുണ്ട്, ആ ഉടനടി തിരുത്തും എന്ന് പറയുന്നതിന് പകരം അതിനെ അതിനെ ബ്ലോക്ക് ചെയ്യാൻ, അത്തരം വിമർശനം ബ്ലോക്ക് ചെയ്യാൻ, ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന മറ്റുള്ള ഒരു അടച്ചുള്ള ഈ ഒരു ബ്ലോക്കിംഗ് പരിപാടി മന്ത്രി നടത്തേണ്ടിയിരുന്നില്ല. മന്ത്രിയുടെ ജോലി അതല്ല. പക്ഷേ ഊരാളുകളുടെ കാര്യത്തിൽ മന്ത്രി കടുപ്പിച്ച് പറയുന്നു, ഇതിന്റെ മൊത്തം ഉത്തരവാദിത്വം ഊരാളുകളിലായിരിക്കും, എന്ത് സംഭവിച്ചാലും അവർ ഉത്തരം പറയേണ്ടി വരുന്ന അദ്ദേഹം അതിനൊരു അഷ്വറൻസ് കൊടുക്കുന്നുണ്ട്. അതെ, കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തിനെ ഊരാളുങ്കിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്ത സ്ഥലം അദ്ദേഹം പോയിട്ട് പിന്നെ അത് മാറ്റി കളയേണ്ട കാര്യം എന്താ ഉള്ളത്? ഊരാളുങ്കിൽ ചെയ്തില്ല, ഊരാളുങ്കൾക്ക് ബോധ്യമുള്ളതാണല്ലോ അവർ പിന്നെ അത് ബ്ലോക്ക് അവിടെ വരച്ചിട്ടത്. അവിടെ ഒരു പ്രശ്നം വരയ്ക്കേണ്ട കാര്യമില്ല എന്ന് ഇയാൾ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അപ്പം മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ പാത്തറ്റിക് ആയിരുന്നു. സത്യത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ അദ്ദേഹം വേണ്ടാത്തൊരു പരിപാടിയാണ് നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ജോലി അതായിരുന്നില്ല.